എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമായും കാണുക. ഹാൾ ടിക്കറ്റ് വന്നോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്താരീതി തന്നെ നടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട, മറക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരത്തേക്ക് ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്താരീതി നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഹാൾ ടിക്കറ്റ് വന്നോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. നമുക്ക് വിശദമായ അപ്ഡേറ്റുകൾ പരിശോധിക്കാം. ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ 4 സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് 5ഉം 6ഉം സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറയുന്നത് നിർണായക പരീക്ഷകളാണ്. ഇപ്പം 4 വരെയുള്ള സെമസ്റ്റർ 1, 2, 3, 4 സെമസ്റ്ററുകൾ നിങ്ങൾ ഒരു സപ്ലി പോലും ഇല്ലാതെ, അല്ലെങ്കിൽ സപ്ലി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് എഴുതിയെടുത്ത് കംപ്ലീറ്റ് ആക്കി 4 സെമസ്റ്ററും ഇപ്പം നിങ്ങളുടെ കയ്യിൽ സേഫാണ്. ഇനി 5ഉം 6ഉം കൂടെ കിട്ടിയാൽ ഡിഗ്രി കിട്ടി. അപ്പം ഇനി 5ഉം 6ഉം മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഇനി കിട്ടാനുള്ളൂ. 4 വരെ നിങ്ങളുടെ കയ്യിൽ സേഫാന്ന് വെച്ചോ. 5ലോ 6ലോ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകും. ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ 5ാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം ഡിലേ വരുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. അതിനി 6ലായാലും, 5ൽ മാത്രമല്ല 6ൽ സപ്ലി വന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി അവസരമില്ല എന്ന് ഓർത്തിരിക്കുക. 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് അവസാന അവസരമാണ്. ഇനി അവർക്ക് അടുത്ത വർഷം 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് രീതികളിൽ എഴുതാൻ സാധിക്കില്ല. അവർക്ക് പിന്നീട് പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ സാധിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും മേഴ്സി ചാൻസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ 5ാം സെമസ്റ്ററിൽ സപ്ലിയുള്ള 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പരീക്ഷ സീരിയസ് ആയിട്ട് എടുക്കുക. ജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ എഴുതുക, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നീട് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ അടിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ഇടുന്ന കാണാം. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ചാൻസ് വന്നോ, 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ചാൻസ് വന്നോ? കാരണം അവരുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ടോ എന്ന് കരുതി വേവലാതി പിടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, അവരുടെ ചാൻസസ് കഴിഞ്ഞു. ഇനി മേഴ്സി ചാൻസ് വിളിക്കണം, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതേ അവസ്ഥ നിങ്ങൾക്ക് അടുത്ത വർഷമാകുമ്പോൾ വരും. അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഈ വർഷം തന്നെ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, 5ാം സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവുക. ഹാൾ ടിക്കറ്റ് വന്നെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ്. ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല. ഹാൾ ടിക്കറ്റ് വരുമ്പോൾ വീഡിയോ നമ്മൾ ചെയ്യും. പരീക്ഷയ്ക്ക് ഏതാണ്ടൊരു 2-3 ദിവസം മുമ്പൊക്കെയാണ് നിലവിൽ ഹാൾ ടിക്കറ്റ് വരാറ്. തീർച്ചയായും അത് വന്നു കഴിയുമ്പോൾ അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.